പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോ കുറച്ച് നെയിൽ പോളിഷ് അതേപോലെ തന്നെ സൺസ്ക്രീന് ലിപ് ബാം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ആമസോണിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നമ്മളുടെ ഡീകൺസ്ട്രക്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ജെൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡീകൺസ്ട്രക്ട് ഹൈലി എഫക്റ്റീവ് ജെന്റിൽ ലൈറ്റ് വെയിറ്റ് ജെൽ സൺസ്ക്രീൻ ആണ്. ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ അതേപോലെ തന്നെ SPF 50 വരുന്നുണ്ട്. PA++++ ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. നോൺ കോമഡോജനിക് ആൻഡ് നോൺ ഗ്രീസി ടെക്സ്ചർ ആണ്. അതേപോലെ തന്നെ സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. 50 ഗ്രാമിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ വരുന്നത്. അതായത് നമ്മൾക്ക് വെയിലത്ത് ഇറങ്ങണമെങ്കിൽ 10-15 മിനിറ്റ് അരമണിക്കൂറെങ്കിലും മുൻപായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പൊ പിന്നെ കാര്യപ്പെട്ട വെയിലില്ല, എന്തായാലും വെയിലുള്ള സമയത്ത് നല്ല വെയിൽ കൊണ്ടിരുന്നു അങ്ങനെ. അപ്പൊ ഏത് ക്ലൈമറ്റ് ആണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യട്ടോ. ഇൻ കേസ് നമ്മൾ എന്താ പറയാ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം പറയാറ്. ഞാൻ പക്ഷേ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇരിക്കുമ്പോൾ അപ്ലൈ ചെയ്യാറില്ല, പുറത്തോട്ട് അപ്ലൈ ചെയ്യാറുള്ളൂ. കണ്ടോ, ഇതേപോലെ പ്രത്യേക ടെക്സ്ചർ കേട്ടോ. എനിക്ക് അങ്ങനെ ജെല്ലായിട്ട് ജെൽ സൺസ്ക്രീൻ എന്ന് പറയുകയാണെങ്കിൽ ജെല്ലായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ കണ്ടോ, ഒരു വൈറ്റ് കാസ്റ്റിന് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഓയിലി സ്കിന്നൊക്കെ കുറച്ചും കൂടെ നന്നായിരിക്കുക. ഈ ഒരു ജെൽ ടൈപ്പ് വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അപ്പം ഇത് ഡീകൺസ്ട്രക്ട് ആണ്, അത്യാവശ്യം നല്ല ബ്രാൻഡിനാണ് കേട്ടോ. അതായത് കുറെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പിന്നാറ് കേട്ടോ നമ്മളിപ്പോ മേടിച്ചിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു നെയിൽ പോളിഷ് ആണ് കേട്ടോ. നല്ല രസമുള്ള എന്താ പറയാ ഈ സെയിം ഈ ഒരു ഷെയ്ഡാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്നിട്ട് ഷുഗർ പോപ്പിന്റെ ആണ്. ഷുഗർ പോപ്പിന്റെ നെയിൽ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 40 ആണ് കേട്ടോ. ബെറീമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക് അല്ല ഷെയ്ഡ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിന് ഈ ഒരു നെയിൽ പോളിഷ് വരുന്നത്. നല്ല ഭയങ്കര എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു കളർ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് വെക്കാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ് വരുന്നത്. ഒരു ചക്കക്കൊതുക് കുറെ നേരം അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ് ബാം ആണ്. ഇതേ മുൻപ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ സെബാമിന്റെ. എനിക്കൊന്ന് 2-3 വർഷം മുൻപ് നിശ്ചിത പ്രഗ്നൻസി സമയത്തും അന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതേപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മേടിച്ചാണ്. പിന്നെ ഇതൊക്കെ മേടിക്കുന്നത് കേട്ടോ. ഇത് സെബാമെന്റിന്റെ ആണ്. അപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് പൊട്ടിയാത്തിരി പാടാം. പക്ഷെ നല്ല ലിപ്സ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ അധികം ലിപ്സ് സെബാമെന്റ് പൊതുവെ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ടിൻഡഡ് അല്ലായിരുന്നു. ഇത് ടിൻഡഡ് ലിപ് ബാം ആണ് കേട്ടോ. അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇത് കണ്ടോ, നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത്. ജസ്റ്റ് വരച്ചാൽ ഒരുപാട് കളറൊന്നും ഇല്ല, പക്ഷെ ചെറിയ ഒരു പിങ്കിഷ് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ് നമ്മുടെ ലിപ്സിന് തരാൻ ചെയ്യും. ലിപ്സിന് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ചെയ്യും കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് SPF 30 വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ യൂസ് ചെയ്യാൻ സ്ട്രോബെറി ആണ് ഇത് വരുന്നത്. അടുത്തത് ഇത് സെറാവിന്റെ ഓയിൽ കൺട്രോൾ മോയ്സ്ചറൈസിംഗ് ജെൽ ക്രീം ആണ്. ഇത് അറിയാമല്ലോ, കോസ്റ്റ്ലിയാണ്, പക്ഷെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി നമ്മുടെ ഓയിലി സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അടിപൊളി സൂപ്പർ മോയ്സ്ചറൈസർ ആണ്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്, റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റോൾ ഓൺ ആണ്. ഇത് വന്നിട്ട് ബോഡി വൈസിന്റെ അതായത് ഹെയർ റോൾ ഓൺ ആണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്ത് സെറം റോൾ ഓൺ ആണ്. റോസ്മേരി അതേപോലെ തന്നെ റെഡിൻസൈല് പിന്നെ അനഗൈൻ ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. അതായത് കണ്ടോ, ഇങ്ങനെ നക്കുന്ന സമയത്ത് അതായത് നമുക്കൊരു മസാജ് കിട്ടും ചെയ്യും. ഇവിടെ കണ്ടോ, റോൾ ഓൺ പോലെ നമ്മൾ അണ്ടർഓണൊക്കെ യൂസ് ചെയ്യില്ല, അതേപോലെ തന്നെ റോൾ ഓൺ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്കാൽപ്പിൽ ഇങ്ങനെ ആ ഒരു മസാജ് ചെയ്യുമ്പോൾ ആ ഒരു സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ വരികയും ചെയ്യും. നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് നമുക്ക് അബ്സോർബ് ആവാനൊക്കെ നല്ലതാണ്. അതുപോലെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു ബോഡി വൈസിന്റെ അതേപോലെ ഹെയർ ഫോൾ കുറയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് മുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഒരു ഡെർമാസൂത്തെ ഡെയിലി മോയ്സ്ചറൈസിംഗ് ബോഡി ലോഷൻ ആണ്. ഷിയ ബട്ടറും അതേപോലെ തന്നെ പ്രിയോബയോട്ടിക്സ് ഒക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ കേട്ടോ. ഇത് കുറച്ച് ഇതേപോലെ എടുക്കുക. നമുക്ക് കുളി കഴിഞ്ഞാൽ സ്കിന്നിൽ ഇതേപോലെ അപ്ലൈ ചെയ്താൽ കേട്ടോ. ഒത്തിരി കൂടി പോയോ, ആക്ച്വലി എനിക്ക് ഇനി കുളിക്കാനുള്ളതായിരുന്നു തേച്ചില്ലേ. കണ്ടോ, ഇതേപോലെ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ ഒക്കെ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു ബോഡി ലോഷൻ വരുന്നത്. അടുത്ത് വന്നിട്ട് ഇത് സെറാവിന്റെ നാച്ചുറൽ ഡിയോഡറന്റ് റോൾ ഓൺ ആണ്. ഇത് അണ്ടർ ആം റോൾ ഓൺ ആണ്. നമ്മുടെ അണ്ടർ ആംസിലെ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ടും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.